Hi friends, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിഷാണ്. നമുക്കിന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പനീർ കറി ഉണ്ടാക്കാം. പനീർ ചില്ലി മില്ലി. അതിനോടൊപ്പം തന്നെ തന്തൂരി ബട്ടർ നാൻ കൂടി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കം, ഒരു പനീർ ഗ്രേറ്റ് ചെയ്തത്, 3 സവാള അരിഞ്ഞത്, പനീർ ക്യൂബ്സ്, ഒരു തക്കാളി, പിന്നെ കോളിഫ്ലവറും ക്യാരറ്റും കൂടെ വേവിച്ചത്, പിന്നെ വൈറ്റ് എള്ള്, കാഷ്യൂ, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, പിന്നെ ഉപ്പ്. ഞാനിവിടെ പച്ചമുളക് ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കടായി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം എണ്ണയൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമ്മൾ മസാല എടുത്തിട്ടുണ്ട്. 4 ഗ്രാമ്പു, 6 കുരുമുളക്, ഒരു കറുവാപ്പട്ട ഇല, പിന്നെ 1 സ്പൂൺ ജീരകം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ആദ്യം സവാള അരിഞ്ഞ് വെച്ചില്ല, അതിൻ്റെ ഹാഫ് പോർഷൻ ആഡ് ചെയ്യുക. ഹാഫ് മതി, മുഴുവനും ഇപ്പോൾ സവാള എടുക്കണ്ട. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്തു. അതൊന്ന് പച്ചമണം പോണത് വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി, പാകത്തിന് ഉപ്പ്, നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വെച്ചിരുന്ന കാഷ്യൂവും വൈറ്റ് എള്ളും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഈ വൈറ്റ് എള്ള ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വൈറ്റ് എള്ള ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നല്ലോണം വഴറ്റിയെടുക്കുക. അത് ഏകദേശം വഴഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് തണുക്കാനായിട്ട്. അതിന് ശേഷം അത് അരച്ചെടുക്കുക. ഇനി അടുത്ത അതേ കടായിൽ നമുക്ക് ഒരു ക്യാപ്സിക്കം ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ആയ ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പനീർ ക്യൂബ്സ് വെച്ചില്ലായിരുന്നു, ആ പനീർ ക്യൂബ്സും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയതിനു ശേഷം നമ്മൾ സെയിം കടായിൽ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ പച്ചമുളകും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച സവാള ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം ഉപ്പ് ആഡ് ചെയ്തായിരുന്നു, അതിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ സവാള ഫ്രൈ ആവാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. 1 സ്പൂൺ മുളക് പൊടി. എരിവ് ഇഷ്ടമുള്ളവർ മാത്രമേ ഈ ടൈമിൽ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഞാൻ ആദ്യം ആഡ് ചെയ്തായിരുന്നു. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക.
നമ്മൾ ആദ്യം വെച്ചിരുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവുള്ള പച്ചമുളക് എടുക്കാം. എന്നാൽ ആവശ്യത്തിന് എരിവുണ്ട് ഇതിന്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചായിരുന്നു കോളിഫ്ലവറും ക്യാരറ്റും കൂടെ, അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ തൈര് അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വഴറ്റിയില്ലായിരുന്നോ, അത് അരച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. നമ്മുടെ പനീർ ക്യൂബ്സ് ഫ്രൈ ചെയ്തതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഭംഗിക്കായി, ഒരു പച്ചമുളക്. അങ്ങനെ നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. നമുക്ക് അടുത്തതായി ബട്ടർ നാൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിൽ ഞാനൊരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു കപ്പ് അളവിൽ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബട്ടർ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ തൈര്, ഒരു 3 ടീസ്പൂൺ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തത് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞ ശേഷം ഒരു സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. കണ്ടോ, 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ നാൻ പരത്തിയെടുക്കാം. നാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഓവൽ ഷേപ്പാണ്. ഓവൽ ഷേപ്പിൽ നമുക്ക് ആദ്യം തന്നെ പരത്തിയെടുക്കാം. ഏകദേശം ഓവൽ ഷേപ്പായിട്ടുണ്ട്. അതിന് മല്ലിയില കൊത്തിയരിഞ്ഞത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കറുത്ത എള്ളും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ പരത്തിയെടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോട്ട് തവയിലോട്ട് ചേഞ്ച് ചെയ്യാം. തവയിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലോണം വെള്ളം തേച്ച് കൊടുക്കണം. അതിനുശേഷം തവയിലോട്ട് മാറ്റുക.
ഇത് കണ്ടോ, ഈ പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ മറിച്ച് പിടിച്ച് ചുട്ടെടുക്കണം. ഇതുപോലെ കണ്ടോ. അപ്പോൾ അത് വെള്ളം തേച്ചുകൊണ്ടാണ് അത് അടർന്ന് വീഴാത്തത്. ഇതുപോലെ ചുട്ടെടുക്കുക. എല്ലാ സൈഡും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുണ്ട്, 2 സൈഡും നല്ല രീതിക്ക് ഫ്രൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഓരോ നാനും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. നല്ല ഈസിയാണ് ബട്ടർ നാൻ ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ പനീർ കറി ഉണ്ടാക്കി നോക്കണം. അഭിപ്രായവും പറയണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ലിങ്ക് ബട്ടൺ അമർത്തുവാണെങ്കിൽ എളുപ്പം തന്നെ എൻ്റെ വീഡിയോ കാണാവുന്നതായിരിക്കും. താങ്ക് യു.